എൻ്റെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. പലപ്പോഴും ലോങ് ടേം കോൺഫ്ലിക്ട്സ് അനുഭവിക്കുന്ന കപ്പിൾസ് ഒരു പോയിന്റ് എത്തുമ്പോൾ പറയാറുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു ഡിഫിക്കൽട്ട് മാരേജ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ? ഇതൊരു സിമ്പിൾ യെസ് ഓർ നോ ആൻസർ അല്ല. കാരണം ഒരു കപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുമിച്ച് നിൽക്കണോ സെപ്പറേറ്റ് ആവണോ എന്നുള്ളത് വലിയൊരു ഡിസിഷനാണ്. കാരണം ഈ ഒരു ഡിസിഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ്ലി, കുട്ടികൾക്ക് എപ്പോഴും ആവശ്യം വളരെ സേഫും പ്രെഡിക്റ്റബിളും സമാധാനമുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. വളരെയധികം കോൺഫ്ലിക്ട്സും വയലൻസും സൈലന്റ് ട്രീറ്റ്മെന്റും ഒക്കെ ഉള്ള ഒരു വീട്ടു സാഹചര്യത്തിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ അവിടെ കോംപ്രമൈസ്ഡ് ആവുന്നത് അവരുടെ മെന്റൽ ഹെൽത്ത് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ നല്ലതിന് വേണ്ടി മാത്രം നിങ്ങൾ ഡിഫിക്കൽട്ട് മാരേജ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കുട്ടികൾക്ക് സംഭവിക്കാറ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കോൺസ്റ്റന്റ്ലി കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാരേജിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മാനസികാരോഗ്യം വളരെയധികം എഫക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് നിങ്ങളുടെ പാരന്റിങ്ങിൽ റിഫ്ലക്ട് ചെയ്തേക്കാം. സോ ഈ ഒരു വലിയ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ സേഫ്റ്റി നൽകുന്ന ഡിസിഷൻ എന്തായിരിക്കും? ഇസ് ഇറ്റ് ബീങ് ടുഗെദർ ഓർ ബീങ് സെപ്പറേറ്റ്?